ഹായ്, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വയനാട്ടിലെ ഏറ്റവും വലിയ പൂളുള്ള ഹിൽ ഡിസ്ട്രിക്ട് റിസോർട്ടിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ സിപ്ലൈൻ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. കോഴിക്കോട് മൈസൂർ റൂട്ടിൽ സുൽത്താൻ ബത്തേരി എത്തുന്നതിന് മുമ്പ് കൊളഗപ്പാറയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ അമ്പലവയൽ റൂട്ടിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ റിസോർട്ടിലെത്താം. ഇവിടുന്ന് വയനാട്ടിലെ ഒരുവിധം നല്ല ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കാന്തൻപാറ, എടക്കൽ കേവ്, ജെയിൻ ടെമ്പിൾ, ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് ഹിൽ ഡിസ്ട്രിക്ട് ക്ലബ്ബ്. റിസോർട്ടിലെത്തുന്ന ഓരോ ഗസ്റ്റിനെയും ഇവിടെയുള്ള ടീം അവരെ വെൽക്കം ചെയ്ത് റിസോർട്ടിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ പ്രോഗ്രാമൊക്കെ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷമാണ് റിസോർട്ടിലുള്ള മറ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയ ആണ്. നല്ലൊരു ഗാർഡനായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിബോൾ കളിക്കാനുള്ളൊരു ഇവിടെ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാസ്ക്കറ്റ് ബോൾ അതിനുള്ള ലൊക്കേഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീനറി ആണ് ഇവിടെ, എല്ലാ സ്ഥലത്തും അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാൻഡ് വോളിബോളാണ്. ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ കാണുന്നുണ്ട്. കുട്ടികൾക്ക് അവരുടെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾ അവരെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് അവരുടെ സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഏരിയയിലുണ്ട്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കുട്ടികളെ ഇവിടെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിപ്ലൈൻ്റെ ലാൻഡിങ് സ്പേസിലേക്ക് ഒരു കുറച്ച് രസകരമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യും. ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇതിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികളെ ഇവിടെ അവരുടെ പ്ലേ ഏരിയയിൽ വിട്ട് തന്നെ പോവാം. അടിപൊളി ഒരു ഗാർഡനായിട്ടാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഗ്രീനറി തന്നെ ഇവിടുത്തെ ഏറ്റവും രസകരമായ കാഴ്ചയാണ്. ഇവിടുത്തെ ഒരു നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു ഫോട്ടോ പോയിൻ്റ് ആയിട്ടാണ് ഇവിടെ ഒരു അടിപൊളി ഫോട്ടോ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഉഗ്രൻ ഒരു കിടിലൻ കാഴ്ചയാണ്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മോർണിംഗ് വാക്കിനൊക്കെ പറ്റുന്ന രീതിയിൽ ഇവിടെ നല്ലൊരു സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിറ്റിംഗ് ഉണ്ട്. വൈകുന്നേരങ്ങളിൽ മോർണിംഗിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ അത്ര വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഡേ ടൈമിൽ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൂടെ രാജേഷ് ചേട്ടൻ ഉണ്ട്, ഈ ഹിൽ ഡിസ്ട്രിക്ട് റിസോർട്ടിൻ്റെ ജനറൽ മാനേജറാണ്. നമസ്കാരം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റിസോർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 18 റൂമുണ്ട്. ഈ റൂമും നമുക്ക് ഓരോരോ കാറ്റഗറിയിലാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഗ്രൂപ്പൊക്കെ വരുന്ന സമയത്ത്, അതായത് സ്റ്റുഡൻസോ ഫാമിലി ബാച്ചിലേഴ്സൊക്കെ ഗ്രൂപ്പ് വരുന്ന സമയത്ത് അവർക്ക് 6 പേർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള 6 ബെഡ് റൂമും പിന്നെ 5 ബെഡ് റൂം, 4 ബെഡ് റൂം, അതല്ലാതെ ഫാമിലീസിന് വേണ്ടിയിട്ട് ട്വിൻ ഷെയറിംഗിലുള്ള ഡ്യൂലക്സ് റൂം, AC റൂംസ്, ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മളടുത്ത് എല്ലാം അവൈലബിൾ ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂംസ് എന്നുള്ള വ്യൂസ്
നേരെ ഉള്ളത് ഒന്ന് ഫാൻറ്റം റോക്കിലേക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഫാൻറ്റം റോക്കിലേക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ അതെ അതെ. പിന്നെ കാണുന്നത് എലഫന്റ് റോക്ക് എന്നുള്ളത് നമ്മുടെ സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമ്മുടെ റൂമിൽ നിന്ന് കാണാൻ പറ്റുന്ന. അതെ അതെ അതെ. നമുക്ക് ശരിക്കും ഒരു നാച്ചുറൽ വ്യൂ നമ്മുടെ റൂമിൽ കിട്ടുന്നുണ്ട്. എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട്. സോ നിങ്ങൾ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നോക്കിയാൽ എല്ലാ വ്യൂസും അടിപൊളിയായി കിട്ടും. ഫാമിലി ആയിട്ടും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്, ഒരേ ഗ്രൂപ്പ്സ് ആയിട്ടും വരാറുണ്ട്. പിന്നെ നമുക്ക് ഓഡിറ്റോറിയം വലിയ സ്പേസ് ഉള്ളത് കൊണ്ട് വെഡിങ് നടക്കാറുണ്ട്. വെഡിങ് റിസപ്ഷൻ നടത്തി നോക്കിയാൽ നമുക്ക് ഐലാൻഡ് ഏരിയ ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ നമുക്കൊരു സ്റ്റേജ് സെറ്റ് ചെയ്ത് ഡെക്കറേഷനിൽ കൊടുക്കുമ്പോൾ നല്ല ഇതായി. പിന്നെ നടക്കുന്ന ഇടയിൽ അവിടെ ചില ഹട്ടുകളൊക്കെ കണ്ടു. അതെ, അതായത് നമുക്ക് താഴെ നോക്കുമ്പോൾ ഒരു 7 ഹട്ട്സ് ഉണ്ടാവും. അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈവനിങ് സമയത്ത് ഗസ്റ്റുകളിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഹട്ട്സ്. ഇനി ഇതിലൊരു സ്പെഷ്യൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലൈക്ക് ഹൗസ് ബോട്ട് മോഡൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് താഴെ കണ്ടുണ്ടാവും ആക്ടിവിറ്റിയിൽ. അതിലൊക്കെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹണിമൂൺ കപ്പിൾസ് വരുമ്പോൾ അവർക്ക് അതിനകത്ത് നമ്മൾ ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ കൊടുക്കും. വെരി നാച്ചുറൽ. നമ്മൾ ഒരു ഹൗസ് ബോട്ടിൽ പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. അതിനകത്ത് ഇലക്ട്രിസിറ്റിയുടെ ബൾബ് അല്ല നമ്മൾ വെക്കുന്നത്, മറ്റേ ലാന്തൽ ബൾബ് എന്ന് പറയില്ലേ, നമ്മുടെ പഴയ മോഡൽ ബൾബ്. ആ മോഡലിൽ വെച്ച് ക്യാൻഡിലൊക്കെ സെറ്റ് ചെയ്ത്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ചിട്ട് എപ്പോഴും നല്ല അഭിപ്രായം പറയാറുണ്ട്, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. അത് പ്രത്യേകിച്ച് ഞാൻ പറയണം. ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലാണ്. നമ്മുടെ സിഗ്നേച്ചർ ഫുഡ്സ് ആണ് നമ്മൾ കൂടുതൽ ഇവിടെ കൊടുക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഷെഫിന്റെ സ്പെഷ്യലാണ് പരമാവധി. അടിപൊളി ഫുഡായിരിക്കും, ഒരു സംശയമല്ല. ഗംഭീരം ഫുഡ്. അപ്പോൾ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്താൽ പോരാ എന്ന പോലെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ. എന്നൊക്കെ കഴിഞ്ഞാൽ ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. ഇതാണ് ഈ റിസോർട്ടിലെ പൂള്. ഏകദേശം 5 അടിയോളം താഴ്ചയിലാണ് അവർ പൂള് ചെയ്തിട്ടുള്ളത്. പൂളിൻ്റെ താഴ്ഭാഗം അവർ സിമെൻ്റാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ടൈലാണ് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് അവർ സിമെൻറ്റിലാണ് അതിൻ്റെ ഗ്രൗണ്ടെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. പൂളിനോടനുബന്ധിച്ച് തന്നെ ഒരു നാച്ചുറൽ പോണ്ട് ഉണ്ട്. ഇവിടെ വിസിറ്റേഴ്സിന് ഇറങ്ങാൻ അലൗഡ് അല്ല, ഡേഞ്ചറാണ്. ഏകദേശം 12 അടിയോളം താഴ്ചയിലാണ് ഈ നാച്ചുറൽ പോണ്ട് ഉള്ളത്. പോണ്ടിനകത്ത് ഒരുപാട് വലിയ മീനുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഇവിടെ ഫിഷിങ്ങിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും റിസോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് മീനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കിച്ചണിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഫ്രൈ ആക്കി തരുന്നതാണ്. അതിന് ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. 1 ഗ്രാമിന് 1 രൂപ എന്നുള്ള നിലയിലാണ് അവർ ചാർജ് ഈടാക്കുന്നത്. പക്ഷേ ആളുകൾക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. വലിയ മീനുകളൊക്കെ ഈ പോണ്ടിൽ കാണുന്നുണ്ട്. സുധീഷ് ചേട്ടനാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഇൻചാർജാണ് സുധീഷ് ചേട്ടൻ. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്? നമുക്കിവിടെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സിപ്പ് ലൈൻ ആണ്. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ 120 മീറ്റർ സിപ്പ് ലൈൻ ആണ്. ഇത് 120 മീറ്റർ ആണ് സിപ്പ് ലൈൻ അല്ലേ? സിപ്പ് ലൈൻ ഇവിടെ സ്റ്റാർട്ടിംഗ് ടവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഒരു 5 ഫീറ്റ് ടവറിലാണ് എൻഡിങ്. പൂളിന് ക്രോസ് ആണ് നമുക്ക് സിപ്പ് ലൈൻ പോകുന്നത്. ഓക്കെ. ഇവിടുത്തെ സിപ്പ് ലൈനാണ് ഈ കാണുന്നത്. നമുക്ക് സിപ്പ് ലൈനിലൊന്ന് കയറി നോക്കാം. സിപ്പ് ലൈനിൻ്റെ ലാൻഡിങ് ഏരിയ ആണ്. ഇവിടെ ഒരുപാട് പേര് സിപ്പ് ലൈനിൽ കയറാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ആ കാണുന്നതാണ് ഫാൻറ്റം റോക്ക്. ഇവിടെ നിന്ന് റിസോർട്ടിൻ്റെ നല്ലൊരു ഏരിയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല പച്ചപ്പായിട്ട് അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ആ കാണുന്നതാണ് എലിഫന്റ് റോക്ക്. ഇവിടെ താഴെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ റിസോർട്ടിൻ്റെ ഓണേഴ്സ് ബിൽഡേഴ്സ് ആണെങ്കിൽ അവർ ഫാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസോർട്ടിൽ നല്ല ഗ്രീനറി ആയിട്ട് എവിടെയും ഒരു പച്ചപ്പായിട്ട് കാണാൻ കഴിയുന്നത്. സിപ്പ് ലൈനിൽ സഞ്ചരിക്കാനുള്ള സേഫ്റ്റി മെഷേഴ്സാണ് എടുക്കുന്നത്.
സ്റ്റാർട്ടിംഗ് പോയിന്റുള്ള ഈ ലാൻഡിംഗ് സ്പേസ് ഏകദേശം 50 ഫീറ്റ് ഹൈറ്റിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മുടെ സിപ്പ് ലൈൻ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. വയനാടിലുള്ള ഏറ്റവും വലിയ പൂള് ഈ റിസോർട്ടിലാണുള്ളത്. അതിൻ്റെ മുകളിലൂടെയുള്ള ഒരു അടിപൊളി യാത്രയാണ് ഈ സിപ്പ് ലൈനിലൂടെ ഒരുക്കിയിട്ടുള്ളത്. സിപ്പ് ലൈൻ്റെ ലാൻഡിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ലാൻഡ് ചെയ്തിട്ട് ഏകദേശം ഇവിടെ ഒരു 5 ഫീറ്റ് ഒക്കെ ഹൈറ്റിലാണ് ഇവിടെ സിപ്പ് ലൈനിൽ ലാൻഡിങ് സെറ്റായിട്ടുള്ളത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിപ്പ് ലൈൻ യാത്ര. പൂളിൻ്റെ മുകളിലൂടെയൊക്കെ പോകുമ്പോഴൊരു ഫീലിംഗ് വളരെ സൂപ്പറായിരുന്നു. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിൽ ഇതിലേക്ക് പുറത്തേക്ക് ഇറങ്ങാം. ലാൻഡിങ് സ്പേസിൽ നിന്ന് ഒന്ന് സ്റ്റെയർ വഴി ഇറങ്ങാം, അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട്, അതിലൂടെയും താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ? വേറെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട്, അതായത് നമ്മുടെ ഫിഷിംഗ് പോണ്ടിന്റെ അവിടെയായിട്ട് നമ്മുടെ ലോറോപ്പ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? ടയർ വാക്കിംഗ് ഉണ്ട്, കമാൻഡോ വാക്കിംഗ് ഉണ്ട്. അങ്ങനെ കമാൻഡോ വാക്കിംഗ് ഉണ്ട്. 4-5 റൈഡുകളുണ്ട്. റൈഡുകളാ ലൈനിൽ പോകുമ്പോൾ ആളുകൾക്ക് ഇത്രയും ഹൈറ്റിൽ നിന്ന് പോകുമ്പോൾ ചെറിയൊരു ഭയം ഉണ്ടാവും. എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് എന്താണ് കൊടുക്കുന്നത്? കാരണം അവർക്കൊരു അപകടം വരാതിരിക്കാൻ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അവരുടെ സേഫ്റ്റി. ഓക്കെ, താങ്ക് യു, ഗ്രേറ്റ്. അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഉണ്ടാവും. നമുക്ക് അതിന് തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. ടീമിന് നമുക്കൊരു ബിഗ് സല്യൂട്ട്. നമുക്ക് ഓക്കെ, താങ്ക് യു സുധീഷ്. ആക്ടിവിറ്റി റിസപ്ഷൻ ഏരിയ ആണ്. അവിടെ നിന്നാണ് നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവിറ്റി ഏരിയ ഉണ്ട്. ചെറിയൊരു പോണ്ട് ഇവിടെ ഉണ്ട്. ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പോണ്ടിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോണ്ടിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റുന്ന കുറേ അറേഞ്ച്മെൻറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ അവർ ടയറാണ് അത് കളർ ചെയ്തിട്ട് അതിലൂടെ വേണമെങ്കിൽ നടക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ കുറച്ച് ഇതിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷികളെയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അരയന്നാണ് ഇവിടെ അവർ വളർത്തുന്ന അരയന്നാണ്. വരുന്ന ആളുകൾക്ക് നല്ല ഫീൽ കിട്ടാനും അതുപോലെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരയന്നങ്ങൾ. ഈ ബോബുവിനെ റിസോർട്ടിലെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ശല്യക്കാരനല്ല, റിസോർട്ടിൻ്റെ കാവൽക്കാരനാണ് പുള്ളി. ഇവിടുത്തെ ഭക്ഷണശാലയാണ്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ ചിത്രങ്ങളാണ് ഭക്ഷണശാലയിൽ. അതിൻ്റെ പുറത്തെ ചുമരിലൊക്കെ ഒരുപാട് ചുമർ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. വരുന്ന ആളുകൾക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ കിച്ചൺ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. റിസപ്ഷൻ ഏരിയ ആണ് ഇവിടെ.
ഇവിടെ ഒരു ഈ ഹിൽ ഡിസ്ട്രിക്ട് ക്ലബ്ബ് പല ക്ലബ്ബുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലബ്ബുകളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിസപ്ഷൻ ഏരിയയിൽ അതെല്ലാം വളരെ നല്ല രീതിയിൽ വുഡനിലാണ് അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് നന്നായിട്ട് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. റിസപ്ഷൻ ഏരിയയിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയർസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.